തൃശൂർ വരവൂർ സ്വദേശിനിയായ 18 വയസ്സുകാരി ആര്യ പഠിച്ച ഒരു നേഴ്സായി മാതാപിതാക്കൾക്ക് തണലാകണമെന്നാഗ്രഹിച്ച ഒരു പെൺകുട്ടി. മൈസൂരുവിലേക്ക് പഠിക്കാനായി പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ എല്ലാം അവസാനിച്ചത് നിമിഷ നേരം കൊണ്ടാണ്. മക്കളെ പഠിപ്പിക്കാനായി ദൂരേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും ഉള്ളിലൊരു തീയാണ്. അവർ അവിടെ സുരക്ഷിതരാണോ, കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള നൂറ് ആശങ്കകളായിരിക്കും ഓരോ മാതാപിതാക്കൾക്കും. മൈസൂരുവിലെ ആദി ചുഞ്ചനഗരി മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ആര്യ. എന്നാൽ കോളേജിലെത്തിയതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അവിടുത്തെ താമസവും ഹോസ്റ്റൽ ഭക്ഷണവുമായി പൊരുത്തപ്പെടാൻ ആര്യയ്ക്ക് ഒട്ടും കഴിയാതെ വന്നു. ഇതോടെ തന്റെ ആശങ്ക ആര്യ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഒട്ടും സാധിക്കില്ല എന്ന് പറഞ്ഞതോടെയാണ് പഠനം നിർത്തി തിരിച്ചു പോരാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. എന്നാൽ ആ തീരുമാനം തന്റെ മരണത്തിലേക്കുള്ള വഴിയായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തിയാണ് ആര്യയെ വിധി കവർന്നെടുക്കുന്നത്. ആര്യയെ കൂട്ടിക്കൊണ്ടുപോരാനായി പിതാവ് സുരേന്ദ്രൻ തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ച കാറുമായി മൈസൂരുവിലേക്ക് പോകുന്നത്. അവിടുത്തെ നടപടികളെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോരുകയാണെന്ന് വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. കോളേജിൽ നിന്നും പിതാവിനൊപ്പം നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് എതിരെ വന്ന മറ്റൊരു കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആര്യയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിതാവ് സുരേന്ദ്രന്റെ പരിക്ക് ഗുരുതരമല്ല. സ്വന്തം കൈപിടിച്ച കൂടെയുണ്ടായിരുന്ന മകൾ പൊടുന്നനെ മരണപ്പെട്ടതോടെ ആ പിതാവ് ആകെ തകർന്നിരിക്കുകയാണ്. സുരക്ഷിതമായി മകളെ വീട്ടിലെത്തിക്കാൻ പോയ ആ അച്ഛന് ഒടുവിൽ മകളുടെ ചേതനയേറ്റ ശരീരവുമായി വീട്ടിലേക്ക് കയറേണ്ടി വന്നു. തന്റെ പൊന്നുമോൾ വരുന്നത് കാത്ത് ആ അമ്മ വീട്ടിൽ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അവൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ പാകം ചെയ്ത് അവളോട് പറയാൻ 1000 വിശേഷങ്ങൾ കരുതി വെച്ച് ആ അമ്മ കാത്തിരുന്നിട്ടുണ്ടാകും. രാത്രിയോടെ എത്തുമെന്ന് ഫോണിലൂടെ പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മുഖത്ത് വിരിഞ്ഞ ചിരി ഒരു നിമിഷം കൊണ്ടാണ് കണ്ണീരായി മാറിയത്. റോഡുകളിലെ ഓരോ അശ്രദ്ധയും കവരുന്നത് ഇതുപോലെയുള്ള എത്രയോ സ്വപ്നങ്ങളെയാണ്. അമ്മ സിനിക്കും സഹോദരൻ ആകാശിനും ഈ തീരാനഷ്ടം താങ്ങാനുള്ള കരുത്ത് ദൈവം നൽകട്ടെ.